അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫോ വ്ളോഗോ അങ്ങനെയൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനി മുതൽ നമ്മളെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ആണ് ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. ഒരുവിധ ആളുകളൊക്കെ നേരത്തെ എണീക്കുന്നവരായിരിക്കും, തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സുബ്ഹ് ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവരായിരിക്കും. പക്ഷേ ചില ആളുകൾക്കൊക്കെ ഒരു മടിയൊക്കെ ഉള്ളവരുണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്നെ തന്നെ പറയാം, ഞാനൊക്കെ ആദ്യം നേരത്തെ എണീക്കാൻ നല്ല മടിയുള്ള ഒരാളായിരുന്നു. നൈറ്റിൽ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഉറക്കൊളച്ചിരിക്കും. പക്ഷേ രാവിലെ എനിക്ക് നേരത്തെ എണീക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. മിക്ക ദിവസം എൻ്റെ സുബ്ഹ് ഖളാ ആയി പോവാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ സുബ്ഹ് നിസ്കരിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ കുറേ ചേഞ്ചായി, അൽഹംദുലില്ലാ. സുബ്ഹ് ഖളാ ആക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും നേരത്തെ എണീക്കണം എന്നും നിസ്കരിക്കണം എന്നൊക്കെ. പക്ഷെ നമ്മൾ എത്ര അലാറമൊക്കെ സെറ്റ് ചെയ്ത് കിടന്നാലും ചില ദിവസങ്ങളിലൊന്നും അത് അലാം അടിക്കുന്നത് പോലും നമ്മൾ അറിയില്ല. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം മൊത്തം ഒരു എന്താ പറയുക, ഭയങ്കര സ്ലോ ആയിരിക്കും. ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും സമയത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആകെ ഒരു തിരക്ക് പിടിച്ച പോലെയാവും. അതുമാത്രമല്ല, നമ്മൾ ഈ സുബ്ഹ് നിസ്കാരമൊക്കെ ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സുബ്ഹ് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ഒരു ദിവസം നമുക്ക് മൊത്തം ഒരു എന്താ പറയുക, ഒരു സുഖമില്ലാത്ത പോലെയാണ്. അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്കൊരു ബർക്കത്തില്ലാത്ത പോലെയാണ് ഫീൽ ചെയ്യൽ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ മോട്ടിവേഷനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് 2 ദിവസം നമുക്ക് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നൊക്കെ തോന്നും. 3-ാമത്തെ ദിവസമായാൽ വീണ്ടും പഴയപടി തന്നെ ആവും. അപ്പോൾ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, എന്തുകൊണ്ടാണ് എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റാത്തത്, എന്താണ് അതിൻ്റെ കാരണം എന്ന് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാത്രി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഉറക്കൊളച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നെനിക്ക് മനസ്സിലായി. ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ടൈം പോകുന്നതൊന്നും അറിയേയില്ല. അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടിരുന്നിട്ട് 1 മണി 1:30 ഒക്കെ ആവും ഉറങ്ങാൻ. പിന്നെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ അലാം അടിക്കുന്നതൊക്കെ കേൾക്കുക. ഇനിയിപ്പോൾ അലാം അടിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് സ്നൂസ് ചെയ്തിട്ട് ഉറങ്ങും. അങ്ങനെയായിരുന്നു പതിവ്. പിന്നെ രാവിലെ എണീറ്റിട്ട് സുബ്ഹ് ഖളാ ആയല്ലോ എന്നോർത്തിട്ട് കുറേ നേരം വിഷമിച്ചിരിക്കും. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ നേരത്തെ ഉറങ്ങിയ ദിവസം ഉണ്ടാവില്ലേ, അന്ന് നമുക്ക് കറക്റ്റ് ടൈമിൽ അലാം അടിച്ചേക്കന്നെ എണീക്കാനൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരത്തെ എണീക്കാനും പറ്റുമെന്ന്. ആദ്യം ഞാൻ ചെയ്തത്, നമ്മളൊരു കറക്റ്റ് ടൈം നിശ്ചയിക്കുക, ഇത്ര സമയത്ത് ഉറങ്ങണം, ഇത്ര സമയത്ത് എണീക്കണം എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങിയാൽ തന്നെ നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ ടിപ്പ്. ഇനി 2-ാമത്തെ ടിപ്പ്, നമ്മൾ അലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് 4 മണിക്കാണ് എണീക്കേണ്ടതെങ്കിൽ ഒരു 3:55 അലാം സെറ്റ് ചെയ്യുക. പിന്നെ ഒരു 4 മണിക്ക്, അതല്ലെങ്കിൽ 4:10 അങ്ങനെ അലാം സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു ടൈമിൽ തന്നെ വെക്കാതെ 2-3 ടൈമിൽ മാറി മാറിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ആദ്യത്തെ അലാം അടിച്ചിട്ട് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും 2-ാമത്തതോ 3-ാമത്തതോ അടിക്കുമ്പോൾ നമ്മൾ അറിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി 3-ാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അലാം സെറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മളെ ഫോണിലാണ് നമ്മൾ അലാം വെക്കുന്നതെങ്കിൽ ആ ഫോണ് കുറച്ച് നീക്കി വെക്കുക. നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് നീക്കി വെക്കുക. അപ്പോൾ ഈ അലാം ഓഫ് ചെയ്യാനെങ്കിലും നമ്മൾ എണീക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എണീക്കേണ്ട സമയമായി എന്നുള്ളത്. അതാണ് 3-ാമത്തെ ടിപ്പ്. ഇനി 4-ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെ വീട്ടിലുള്ള സുബ്ഹിക്ക് എണീക്കുന്ന മറ്റുള്ള ആരോടെങ്കിലും നമ്മളെയും കൂടി വിളിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുക. അതല്ലെങ്കിൽ നമ്മളെ ഉമ്മാടോ അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റേഴ്സിനോടോ ഒക്കെ അവരെണീക്കുന്ന സമയത്ത് നമ്മളെയും കൂടി ഒന്ന് ഫോണിലെങ്കിലും വിളിക്കാൻ പറയുക. അതും അല്ലെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ആരാണോ ആദ്യം എണീക്കുന്നത് ആ ആൾ മറ്റാളെ ഫോണിൽ വിളിച്ചിട്ട് എണീപ്പിക്കുക. 5-ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങാൻ നേരത്ത് വുളൂ ചെയ്യുക.
അതുപോലെ ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ഫാത്തിഹ സൂറത്ത്, അതുപോലെ ആയത്തുൽ കുർസി, അങ്ങനെയുള്ളതൊക്കെ ഓതുക. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സൂറത്താണ് സൂറത്തുൽ കഹഫ്. ആ സൂറത്തിൽ അവസാനത്തെ 4 ആയത്തുകളുണ്ട്. ആ ആയത്ത് 3 പ്രാവശ്യം ഓതുക. ഇതാണ് ആ ആയത്തുകൾ. ഇതിൽ ഇന്നല്ലദീന ആമനു എന്ന് തുടങ്ങുന്നത് മുതലാണ് നമ്മൾ ഓതേണ്ടത്. 3 പ്രാവശ്യമാണ് നമ്മൾ ഓതേണ്ടത്. എന്നിട്ട് ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എത്ര മണിക്കാണോ നമുക്ക് എണീക്കേണ്ടത്, ഇപ്പോൾ എനിക്ക് 4 മണിക്കാണ് എണീക്കേണ്ടതെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹു എന്നെ 4 മണിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ അല്ലെങ്കിൽ സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്നെ എണീപ്പിക്കണമെന്ന് ദുആ ചെയ്തുകൊണ്ട് ഉറങ്ങുക. ഇത് ശരിക്കും പവർഫുള്ളാണ്. എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് അറിവ് കിട്ടിയത് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ മോട്ടിവേഷനും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോഴാണ് ഈ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ ഞാൻ ഈ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ 3 പ്രാവശ്യം ചൊല്ലിയിട്ട് നമുക്ക് എത്ര മണിക്കാണോ എണീക്കേണ്ടത് ആ ഒരു സമയം പറഞ്ഞ് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തു. 4 മണിക്ക് എണീക്കണം എന്നാണ് ഞാൻ ദുആ ചെയ്തത്. സത്യം പറയാലോ, അത്ഭുതം എന്ന് തന്നെ പറയാം. കറക്റ്റ് 4 മണിക്ക് 2 മിനിറ്റ് അങ്ങാനുള്ളപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അലാം പോലും അടിച്ചിട്ടില്ല. എന്നിട്ട് പോലും കറക്റ്റ് സമയത്ത് ഞാൻ എണീച്ചപ്പോൾ എനിക്ക് ശരിക്കൊരു അത്ഭുതമാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ മുന്നുള്ള ദിവസമൊക്കെ അലാറം അടിച്ചിട്ട് ഞാൻ വീണ്ടും അത് ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങലാണ്. അന്നത്തെ ഒരു ദിവസം ഇങ്ങനെ എണീറ്റപ്പോൾ നമുക്കൊരു ഉറക്കച്ചടവ് പോലും തോന്നുന്നില്ല. അപ്പോൾ എത്രത്തോളം അത്ഭുതമാണ് ഖുർആനിലെ ആ ആയത്തുകൾ. ഖുർആൻ തന്നെ ഒരു അത്ഭുതമാണെന്നുള്ളത് സത്യമാണ്. ഇതോർത്തിട്ട് എനിക്ക് സന്തോഷമാണോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അള്ളാഹുവിനോട് ഞാൻ കുറേ അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം എനിക്ക് ശരിക്കും അതൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നി കറക്റ്റ് ടൈമിൽ എണീക്കാൻ പറ്റിയപ്പോൾ. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ കറക്റ്റ് ടൈമിൽ എണീക്കാൻ തുടങ്ങിയത്. ഇതിലിപ്പോൾ എൻ്റെ അനുഭവം കൂടി ഞാൻ പങ്കുവെച്ചത്, ഞാൻ കടന്നു പോയ അവസ്ഥകളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഹെൽപ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മളിലും കുറേ തെറ്റുകളൊക്കെ വന്നു പോവാം. അപ്പോൾ ആ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കുക. അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നേരത്തെ എണീക്കുക എന്നുള്ളത്. അത് നമ്മളെ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓർക്കുക. അള്ളാഹുവിനോട് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്നുള്ളത് 5 വഖത്ത് നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. 5 ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ആ 5 എണ്ണം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. നിർബന്ധമായിട്ടും 5ാമത്തെ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ എണീക്കാൻ പറ്റും. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.